ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനിൽ എത്തിക്സ് കൊണ്ടുവരണമെങ്കിൽ പ്രധാനപ്പെട്ടിട്ട് കുറേ തത്വങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ തത്വങ്ങൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ കുറച്ച് തത്വങ്ങൾ നമുക്ക് പറയാം. അതായത് പ്രധാനമായിട്ടും കാണ്ട്, ജെ.എസ്. മില്ല്, ഹെർബർട്ട് സ്പെൻസർ പ്ലാറ്റോ, തോമസ് ഗാരറ്റ്, വുഡ്രാഡ്, വിൽസൺ, ഇവരൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസ് ഏതുമായി ബന്ധപ്പെട്ട ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫൗണ്ട് ഔട്ട് ചെയ്തത്, കണ്ടുപിടിച്ച ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാണെന്നവർ? കാണ്ട്, ജെ.എസ്. മില്ല്, ഹെർബർട്ട് സ്പെൻസർ പ്ലാറ്റോ, തോമസ് ഗാരറ്റ്, വുഡ്രാഡ്, വിൽസൺ. ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് ഈ നമ്മുടെ ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് കണ്ടുപിടിച്ച ആൾക്കാരെന്ന് പറയുന്നത്. ഒരു 10ൽ കൂടുതൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമുക്ക് മെല്ലെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിലൊന്നാമത്തതാണ് സാക്രഡ്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്. സാക്രഡ്നെസ് എന്ന് വെച്ചാൽ എന്താ? പരിശുദ്ധി കേട്ടോ. മീൻസ് എന്ന് വെച്ചാൽ മാർഗം, എൻഡ് എന്ന് വെച്ചാൽ അവസാനം അല്ലേ. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും ഫസ്റ്റ് ആൻഡ് പ്രൈം മോസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ് ആണ് ഏത് പറയുന്നത്? സാക്രഡ്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്. അതായത് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ മാർഗവും പരിശുദ്ധമാകണം. അത് പറയുന്നത് എന്താ? ഡു നോട്ട് ഡു എനിത്തിങ് റോങ് അല്ലേ. തെറ്റായ ഒന്നും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഇഫ് അവർ ഡൂയിങ്സ് അല്ലെങ്കിൽ ഇഫ് അവർ വർക്ക് ഈസ് ബെനിഫിഷ്യൽ ടു ദി സൊസൈറ്റി ബട്ട് അവർ ആക്ട് ഇൻക്ലൂഡ് റോങ് തിങ്സ് ദാറ്റ് ഈസ് നോട്ട് ഗുഡ് അല്ലേ, ദാറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ് അല്ലേ. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം സൊസൈറ്റിക്ക് നല്ലതാണ്, പക്ഷേ ആ ചെയ്യുന്നതിൽ എന്താ തെറ്റായ മാർഗ്ഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കട്ടിട്ട് സുഖമില്ലാത്ത ആൾക്കാർക്ക് പണം കൊടുക്കുന്നു, അത് തെറ്റാണ് അല്ലേ. എന്താ പറയാൻ കാരണം? നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, പാവപ്പെട്ടവനെ സഹായിക്കുന്നു, പക്ഷേ നമ്മൾ ആ പണം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? കട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ആ മാർഗം എന്ന് പറയുന്നത് കളവാണ്. മീൻസ് എന്ന് പറയുന്നത്, മാർഗം എന്ന് പറയുന്നത് കളവാണ്. എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സേവനം, അതെന്ന് പറയുന്നത് പരിശുദ്ധമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? മീൻസും എൻഡും എങ്ങനെയുള്ളതായിരിക്കണം? പരിശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ദ മീൻസ് ആൻഡ് ടെക്നിക്സ് അഡോപ്റ്റഡ് ടു സെർവ് ദ ബിസിനസ് എത്തിക്സ് അല്ലേ ഈസ് സാക്രഡ് ആൻഡ് പ്യുവർ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിന് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പരിശുദ്ധവും പ്യുവറുമായിരിക്കും. അതായത് സാക്രഡ്, പരിശുദ്ധിയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എ ഗുഡ് ആൻഡ് കനോട്ട് ബി അറ്റൈൻ വിത്ത് റോങ് മീൻസ്. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യം എങ്ങനെ നേടാൻ വേണ്ടി പാടില്ല? തെറ്റായ മാർഗത്തിലൂടെ ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അതാണ് എന്തെന്ന്? സാക്രഡ്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് നോട്ട് ടു ഡു എനി എവിൾ എന്ന് വെച്ചാൽ എന്താ? ചെകുത്താൻ എന്നൊക്കെ അല്ലേ. അപ്പോൾ ചെകുത്താനാകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ടു ഡു എ മേജർ എവിൾ ടു അനദർ ഓർ ടു വൺ സെൽഫ്. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് തെറ്റായ കാര്യങ്ങളല്ലേ, മോശം മാർഗത്തിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല? മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളെ തന്നെ, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ തന്നെ മോശം രീതിയിലൂടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. വെദർ ദിസ് എവിൾ ഈസ് എ മീൻസ് ഓർ എൻ എൻഡ്. ആ എവിൾ എന്ന് പറയുന്നത് എന്താ? മാർഗമാകാം, ലക്ഷ്യമാകാം അല്ലേ. അതെന്താവാൻ പാടില്ല? നമ്മൾ മറ്റുള്ളവരെ ചതിച്ചിട്ട് ഒന്നും നേടാൻ പാടില്ല. നമ്മളെ തന്നെ ചതിക്കാനും പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്നത് എന്താ? കാണ്ട് പറയുന്നത്, നമ്മളെ ഈ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിട്ടുള്ള കാണ്ട് പറയുന്നത് എങ്ങനെയാണ്? ഗുഡ് ഒപ്പീനിയൻ ആൻഡ് ഗുഡ് വിഷസ് ഷുഡ് ബി ദ ഫോക്കൽ പോയിൻ്റ് ഓഫ് ഓൾ ദ ബിസിനസ് ആക്ടിവിറ്റീസ്. നല്ല തീരുമാനങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ അല്ലെ, നല്ല ആഗ്രഹങ്ങളാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രവർത്തനമെന്ന് പറയുന്നത്. ആര് പറഞ്ഞതാണ്? കാണ്ട് പറഞ്ഞതാണ്. അതിനർത്ഥം എന്താ? നമ്മൾ ബിസിനസ്സിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്. നമുക്ക് എന്തുണ്ട്? നമുക്ക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നമുക്കെതിരെ മത്സരാർത്ഥികളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ മത്സരാർത്ഥികളെ നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ നശിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതാണ് നെക്സ്റ്റായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി. പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ എന്താ? അളവല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ടു പെർമിറ്റ് എ മേജർ എവിൾ ടു അനദർ
ഓർ ടു വൺ സെൽഫ് വിത്തൗട്ട് പ്രപ്പോർഷനേറ്റ് റീസൺ. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്തെന്ന്, നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ തെറ്റായ ലക്ഷ്യങ്ങൾ വെക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം എന്താ, നമ്മൾ തെറ്റായ ലക്ഷ്യമോ അല്ലെങ്കിൽ തെറ്റായ മാർഗമോ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ടെങ്കിൽ നമുക്ക് തെറ്റായ തീരുമാനങ്ങളോ തെറ്റായ മാർഗങ്ങളോ തിരഞ്ഞെടുക്കാം. പക്ഷേ അങ്ങനെ ഒരു കാരണമില്ലാതെ, അങ്ങനെ ഒരു അതിനൊരു അവസരമില്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ പ്രിൻസിപ്പൽ സജസ്റ്റ് ദാറ്റ് വൺ ഷുഡ് മേക്ക് പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് ബിഫോർ ഡൂയിങ് എനിത്തിങ് സോ ദാറ്റ് അതേഴ്സ് ഡു നോട്ട് സഫർ ഫ്രം എനി ലോസ് ഓർ റിസ്ക് ഓഫ് എവിൽസ് ബൈ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും ഇപ്പോൾ നമ്മൾ പറയാമല്ലോ, എന്തും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2 പ്രാവശ്യം ചിന്തിക്കണമെന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബിസിനസ്സിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പേയും നമ്മൾ കൃത്യമായിട്ട് അതിന് വിശകലനം ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മറ്റുള്ളവരത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യവും മറ്റുള്ളവരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ആ കാര്യം ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കാം. അല്ല, ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്, ഒരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഒരു 4ാമത്തെ പ്രിൻസിപ്പിളാണ് നോൺ കോർപ്പറേഷൻ ഇൻ ഇവിൽസ്. ചെകുത്താന്മാരുമായിട്ട് യാതൊരുവിധ സഹകരണം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ നിസ്സഹകരണം ഉണ്ടാക്കണം ആരുമായിട്ട്, ചെകുത്താന്മാരുമായിട്ട്. അതാണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത്. അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, unethical means may be adopted to achieve an end in a number of business situation അല്ലേ. അപ്പോൾ അൺഎത്തിക്കലായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് പലപ്പോഴും പല ആൾക്കാരും സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ബിസിനസ്സിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്, ആക്ച്വലി ഇറ്റ് ഈസ് റോങ് അല്ലേ, അത് തെറ്റാണെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, നോൺ കോപ്പറേഷൻ വിത്ത് എവിൽസ്, ദെയർഫോർ വൺ ഷുഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് എനി വൺ ഫോർ ഡൂയിങ് എവിൽസ് ആക്ട്. നിങ്ങൾ ഒരു ചെറുപ്പത്തിൽ പറയാറില്ലേ, എന്താ അയാൾ മോശമാണ് മകനെ അല്ലെ മകളെ, അവനോട് കൂട്ടുകൂടാൻ വേണ്ടി പാടില്ല എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആരെ കൂടെയും കൂടാൻ വേണ്ടി പാടില്ല എന്നാണ് നോൺ കോപ്പറേഷൻ ഇൻ എവിൾ പറയുന്നത്. ഓക്കെ, അതാണ് 4ാമത്തെ പ്രിൻസിപ്പൾ. 5ാമത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കോപ്പറേഷൻ വിത്ത് അതേഴ്സ്. സഹകരണമാകാം മറ്റുള്ളവരോട്, പക്ഷെ ആ സഹകരണം ആരോടാവാൻ പാടില്ല, എവിൽസുമായി, ചെകുത്താന്മാരുമായി, അല്ലെങ്കിൽ ചെകുത്താൻ്റെ മനസ്സുമായി നടക്കുന്ന ആൾക്കാരുമായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോപ്പറേഷൻ വിത്ത് അതേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾ ക്ലിയർലി പോയിൻ്റ് ഔട്ട് ദാറ്റ് ബിസിനസ് ഷുഡ് ഹെൽപ്പ് അതേഴ്സ് ഓൺലി ഇൻ ദ കണ്ടീഷൻ വെൻ അതർ ഡിസേർവ് ഫോർ ഹെൽപ്പ് അല്ലേ. അപ്പോൾ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ബിസിനസ് മാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ്സിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയാണ്, ആ അപ്പുറമുള്ള ആൾ, ആ സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായം കിട്ടുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ ആ സഹായം ആവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അയാളെ സഹായിച്ചാൽ മതി. അല്ലെങ്കിൽ കളവ് പറഞ്ഞിട്ട് സഹായം ചോദിച്ച് വരുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശരിയായ ആവശ്യങ്ങൾക്ക് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ അത് ബിസിനസ് എത്തിക്സ് ആണ്. അപ്പോൾ തെറ്റായ മാർഗ്ഗം, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ കുറേ പണമുണ്ട്, ആ പണം ഉണ്ടായിട്ടും ബിസിനസ്സിൻ്റെ മുന്നിൽ വന്നിട്ട് കൈ നീട്ടുകയാണ്, ഞാൻ പാപ്പരാണ്, ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ് കൈ നീട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള അയാളെ സഹായിക്കരുത്. അത് അൺഎത്തിക്കൽ പ്രാക്ടീസാണ്. പക്ഷേ നമുക്ക് സഹായിക്കാം. എങ്ങനെയാണെങ്കിൽ, യാതൊരുവിധ മാർഗ്ഗവും ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾ, അയാളുടെ കയ്യിൽ യാതൊരുവിധ പണവും ഇല്ല, അയാൾ വന്ന് കൈ നീട്ടുകയാണ്, എൻ്റെ കയ്യിൽ പണമില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് മുന്നിൽ കൈ നീട്ടിക്കഴിഞ്ഞാൽ അയാളെ സഹായിക്കാൻ. കാരണം എന്താ, അത് എത്തിക്കലാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്, കോപ്പറേഷൻ വിത്ത് അതേഴ്സ് എന്നുള്ളത്. സോ അതെന്താ പറയുന്നത്, എ ബിസിനസ് ഷുഡ് ഹെൽപ്പ് അതേഴ്സ് ഓൺലി ഇൻ ദാറ്റ് കണ്ടീഷൻ വെൻ അതർ ഡിസേർവ് ഫോർ ഹെൽപ്പ്. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് പറയുന്നത് പബ്ലിസിറ്റി എന്ന് വെച്ചാൽ എന്താ, പൊതു സ്വീകാര്യത എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അല്ലെങ്കിൽ ആൾക്കാർ അറിയുക. അപ്പോൾ നമ്മുടെ എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് വില്യം വിൽസൺ എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, anything that is being done or to be done
ഷുഡ് ബി ബ്രോട്ട് ടു ദ നോളജ് ഓഫ് എവരി വൺ. നമ്മൾ ഇപ്പോൾ പണ്ടൊരു പ്രിൻസിപ്പിളുണ്ട്, ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുതെന്നുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത്, ഡബ്ല്യു വിൽസൺ പറയുന്ന കാര്യം എങ്ങനെയാണ്, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതെന്ത് ചെയ്യണം, മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം, പബ്ലിസിറ്റി അതിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താ, ഇഫ് എവ്രി വൺ നോസ് നൺ ഗെറ്റ്സ് ഓപ്പർച്യൂണിറ്റി ടു ഡു ആൻ അൺഎത്തിക്കൽ ആക്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഒരിക്കലും ഒരാളും അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. നിങ്ങളെല്ലാം ചെയ്യുന്നത് എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആരും ചെയ്യില്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്താ, ഇക്വാലൻറ്റ് പ്രൈസ്. അതും വിൽസൺ ഒരു ഡെഫിനിഷൻ, ഈ പ്രിൻസിപ്പിളിന് വിൽസൺ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ദ പീപ്പിൾ ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഗുഡ്സ് ഇക്വാലൻറ്റ് ടു ദ വാല്യൂ ഓഫ് മണി ദാറ്റ് ഹി വിൽ പേ. അതായത് ഏതൊരാൾക്കും അധികാരമുണ്ട്. എന്തിനുള്ള അധികാരം? ഏതൊരു കസ്റ്റമറിനും അധികാരമുണ്ട്. എന്ത് അധികാരമുണ്ട്? അവർ കൊടുക്കുന്ന പണത്തിന് അനുസരിച്ചിട്ട് അവർക്ക് സാധനം കിട്ടണം. ഇപ്പം നമ്മൾ 50 രൂപ ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിക്കാൻ കൊടുത്തുവെങ്കിൽ ആ 50 രൂപയ്ക്ക് ഉതകുന്നതായിരിക്കണം, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഈക്വൽ ആയിരിക്കണം അയാൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇക്വാലൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 8ാമത്തെ എത്തിക്കൽ പ്രിൻസിപ്പിളാണ് പറയുന്നത് ബിസിനസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ബിസിനസ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്, ബിസിനസ് മാൻ എന്ത് ചെയ്യണം, ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹിസ് ഓർ ഹെർ ഇന്നർ വോയിസ് വിച്ച് ഈസ് അറൈസിങ് ഔട്ട് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഒരാൾക്ക് 3 ലെയർ ഓഫ് മൈൻഡാണുള്ളത് അല്ലേ, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് അല്ലേ, 3 തരത്തിലുള്ള മൈൻഡ്. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറ. അതായത് നമ്മളൊരിക്കലും നമ്മൾ ഇന്ന കാര്യം വരട്ടെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അങ്ങനെയുള്ള ഒരു ലെയറാണ് ഏത് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ബിസിനസ്മാന്മാരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഇന്നർ വോയിസ്. ഇന്നർ വോയിസ് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിന്ന്, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയില്ല, അത് ചെയ്യരുത്, അത് ചെയ്യാമെന്ന് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ പറയുന്ന പോലെ നമുക്ക് തോന്നൂലേ, അതായത് എന്ത് കാര്യം ബിസിനസ്മാന്മാർ ചെയ്യുന്ന സമയത്തും അവരുടെ മനസ്സെന്താണോ പറയുന്നത്, അവരുടെ മനസ്സ് ഇത് ശരിയോ തെറ്റോ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അപ്പോൾ എപ്പോഴും ബിസിനസ്മാന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് 9ാമത്തെ പ്രിൻസിപ്പിളാണ് സർവീസ് മോട്ടോ എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ലക്ഷ്യം, മോട്ടോ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ലക്ഷ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോട്ടോ എന്ന് പറയുന്നത് ഏണിങ് മാക്സിമം പ്രോഫിറ്റാണ്. പക്ഷേ എത്തിക്കലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്, എന്താ പറയുന്നത്, എപ്പോഴും നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ആയിരിക്കണം. എല്ലാ ബിസിനസ്മാന്മാരുടെയും അവരുടെ മോട്ടോ, അവരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്തായിരിക്കണം, സർവീസ് ആയിരിക്കണം, സേവനത്തിനായിരിക്കണം അവരൊക്കെ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് പറയുന്നത് യൂണിവേഴ്സൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പറയുന്നത് എന്താ, നമ്മുടെ ലോകത്ത്, ഈ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ലോകമായി അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ലോകത്തിൻ്റെ അടിസ്ഥാന തത്വം, ലോകത്തിനൊരു മൂല്യമുണ്ട് അല്ലേ. നമ്മുടെ ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ലോകത്തുള്ള ബിസിനസ്സിനൊക്കെ ഒരു മൂല്യമുണ്ട്, അവരെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു മൂല്യമുണ്ട്. ഡൂയിങ് എവറിത്തിങ് റൈറ്റ്, നത്തിങ് ഡൂയിങ് റോങ് അല്ലേ. ഒന്നും തെറ്റായി ചെയ്യാൻ വേണ്ടി പാടില്ല, ചെയ്യുന്നതെന്തും എപ്പോഴും ശരിയായിരിക്കണം എന്നുള്ളത് എല്ലാ ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയായ കാര്യങ്ങൾ മാത്രമായിരിക്കണം. അപ്പോൾ എല്ലാ ബിസിനസ്സുകാരും അല്ലെങ്കിൽ എല്ലാ ബിസിനസ്മാൻകാരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ യൂണിവേഴ്സൽ വാല്യൂ. ഈ ലോകത്തുള്ള എല്ലാ ബിസിനസ് ഫേംസും ഫോളോ ചെയ്യുന്ന ചില യൂണിവേഴ്സൽ വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഉണ്ട്. ആ ട്രൂത്തിനനുസരിച്ച് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബിസിനസ് റൺ ചെയ്യിക്കേണ്ടതെന്നാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഇനി ഹ്യൂമൻ ഡിഗ്നിറ്റി എന്താ, മനുഷ്യൻ്റെ അന്തസ്സ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. ഡിഗ്നിറ്റി വെച്ചാൽ അന്തസ്സ് എന്നൊക്കെയല്ലേ അർത്ഥം വരുന്നത്.
അപ്പോൾ ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മുടെ മനുഷ്യന്മാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനായിട്ട്, ഉൽപ്പാദനത്തിൻ്റെ ഒരു ഘടകമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ എന്തായിട്ടല്ല, ഒരു മെഷീനായിട്ടല്ല ആര് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതെന്നാണ് ഇവിടെ പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ അന്തസ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തായി, നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ ഒരു മെഷീനറി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിലോ, നമ്മൾ മെഷീനറി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്, അല്ലേ? ഇനി ഓട്ടോണമി എന്നുള്ളൊരു പ്രിൻസിപ്പിൾ. ഓട്ടോണമി എന്ന് വെച്ചാൽ ഏകാധിപത്യം എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഓട്ടോണമി എന്ന് പറയുമ്പോൾ ഏകാധിപത്യം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? ബിസിനസ്സിന് എപ്പോഴും ഒരു ഓട്ടോണമി ഉണ്ടാകണം, ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടാകണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. പക്ഷേ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് എന്തുണ്ടാവണം? ഒരു ഓട്ടോണമി ഉണ്ടാവണം. ഒരു ഓട്ടോണമി ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ്സിന് ഒരു നിലനിൽപ്പുള്ളൂ എന്നും കൂടി നമ്മൾ ഈ പ്രിൻസിപ്പിളിലൂടെ മനസ്സിലാക്കണം. 13ാമത്തെ പ്രിൻസിപ്പിളായിട്ടാണ് പറയുന്നത് പ്രോമിസ് കീപ്പിംഗ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി പറ്റണം. ആർക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി പറ്റണം? ബിസിനസ്സുകാർക്ക് പറഞ്ഞ വാക്ക്, ബിസിനസ്മെന് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല? ബിസിനസ്മാൻ ഷുഡ് നോട്ട് ഹേർട്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് അതർ ബിസിനസ്മാൻ. ഒരു ബിസിനസ്മാൻ മറ്റൊരു ബിസിനസ്മാൻ്റെ അവകാശങ്ങളെ ഹനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. മറ്റൊരു ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ വേണം. പക്ഷേ ആ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനിടയിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഒരിക്കലും കയറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രിൻസിപ്പിളായിട്ടാണ് പറയുന്നത് നോൺ വയലൻസ്. നോൺ വയലൻസ് വെച്ചാൽ എന്താ? നമ്മുടെ ഗാന്ധിജിയൊക്കെ സ്വീകരിച്ച മാർഗ്ഗം, അല്ലേ? അഹിംസ എന്നൊക്കെ പറയുന്നത്, അതായത് ആക്രമണം പാടില്ല. ഇഫ് ബിസിനസ് മെൻ ഹേർട്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് എക്സ്പ്ലോയ്സ് ദ കൺസ്യൂമർ ബൈ ഓവർലുക്കിംഗ് ദെയർ ഇൻട്രസ്റ്റ്, ദിസ് ഈസ് ഇക്വലൻറ്റ് ടു വയലൻസ് ആൻഡ് അൺഎത്തിക്കൽ ആക്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ് എത്തിക്കൽ ആക്ട് എന്താ, അതായത് ഹിംസ എന്താ, അഹിംസ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശരിയായത് എന്താ, തെറ്റായത് എന്താ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എപ്പോഴാണോ നമ്മൾ നിലനിൽക്കുന്ന ബിസിനസ്മാൻ, എപ്പോഴാണോ നമ്മുടെ സമൂഹത്തിൻ്റെ താല്പര്യവും അവരുടെ സമൂഹത്തിലെ ജീവികളുടെ അവകാശങ്ങളും, ജീവികൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങളും ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അപ്പം മുതൽ അതെന്തായി മാറി? നോൺ വയലൻസായി മാറി. വയലൻസായി മാറി, അല്ലേ? വയലൻസായിട്ട് മാറി. അപ്പോൾ വയലൻസ് പാടില്ല എന്നുള്ളതാണ്. വയലൻസ് എന്ന് പറയുന്നത് ഒരു അൺഎത്തിക്കലായിട്ടുള്ള ആക്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബിസിനസ് എത്തിക്സ് പറയുന്നത്. ഓക്കെ.